പ്രിയ പ്രിയ ഹലോ നമസ്കാരം. സാബു സാർ എന്തോ ഒരു നെറ്റ്വർക്ക് എറർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ, പോവാം. ഓക്കെ 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 വെൽക്കം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പ്രിയമുള്ള നമ്മുടെ നെറ്റ്സർഫ് നെറ്റ്സർഫ് എന്ന ഉൽപ്പന്നത്തെ ഹൃദയത്തോട് ചേർത്ത പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി ആദ്യമായി തന്നെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് സെഷനിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, വരുന്ന കാലഘട്ടത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്ന ജൈവ കാർഷിക മേഖലയെ വളരെയധികം സ്വാധീനിക്കുവാൻ വേണ്ടി പോകുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങൾ വിതരണം നടത്തിക്കൊണ്ട് 24ലധികം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെയും എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷനാണ് ഇന്ന് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓരോരുത്തരോടും പറയുവാനുള്ളത്. തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ ജൈവ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സംശയവുമില്ല. എൻ്റെ പേര് നിതീഷ് താട്. കഴിഞ്ഞ 4 വർഷക്കാലമായി 2021 മുതൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നൽകുകയും വളരെ മികച്ച റിസൾട്ടുകൾ നേടിയെടുക്കുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിലൂടെ നിരവധിയായിട്ടുള്ള കർഷകർക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള നമ്മുടെ നശിച്ചു പോകുന്ന സസ്യങ്ങളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് കാർഷിക മേഖലയിൽ എന്നിലൂടെ കർഷകർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കണ്ണൂർ പയ്യന്നൂർ ചെറുപുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. ബേസിക്കലി ഞാൻ MBA ഹോൾഡറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ റിസൾട്ടിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആപ്ലിക്കബിൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സശ്രദ്ധം വീക്ഷിക്കുക. ഈ ട്രെയിനിങ് മുഴുവനായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തിലെ പല രാഷ്ട്രങ്ങളും കൈവരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 365 ദിവസവും കൃഷി ചെയ്യുവാൻ വേണ്ടി യോഗ്യമായ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം നമ്മൾ കാർഷിക മേഖലയിൽ പിന്നോട്ട് പോവുകയും കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തിലെ നമ്പർ 1 കാർഷിക ശക്തിയായി മാറ്റം പ്രാപിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്. ടെക്നോളജിക്കൽ മെത്തേഡിലൂടെയാണ് അവർ കാർഷിക മേഖലയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലൂടെ അഥവാ നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ അറിവുകളെയാണ് നമ്മൾ കാർഷിക മേഖലയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാവുന്നത്. ആ മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ പുതിയ മാറ്റത്തിലേക്ക്, പുതിയ കാലം മാറുമ്പോൾ കോലം മാറണം എന്ന് പറയുന്ന പോലെ കാർഷിക മേഖലയെ നമ്മൾ മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് അവിടെ നമുക്ക് കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു 3 പിക്ചറാണ് കാണിക്കുന്നത്. ഈ 3 പിക്ചറും നമുക്ക് കണ്ടാൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പിക്ചറാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ 80% ആൾക്കാരും കൈയടക്കി വെച്ചിരുന്ന ഒരു മൊബൈൽ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അത് നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ എന്നുള്ളത്. പക്ഷെ ഇന്ന് ആരുടെയെങ്കിലും കയ്യിൽ നോക്കിയ ഉണ്ടോ? വെറും 20%, 10% പോയിട്ട് 5% ആൾക്കാരുടെ കയ്യിൽ പോലും നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ഇല്ല.
കാരണം കാലത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി അവർ തയ്യാറാവാതിരുന്നപ്പോൾ മാർക്കറ്റിൽ നിന്നും ഔട്ടായി പോയ 3 പദാർത്ഥങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പൊ എത്തിച്ചിരിക്കുന്നത്. അംബാസഡർ കാർ ആയിക്കോട്ടെ, കൊഡാക്ക് ഫോട്ടോ കമ്പനി ആയിക്കോട്ടെ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോ ജനിക്കായിട്ടുള്ള ഫോട്ടോ നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു കൊഡാക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അത് വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ 20 സ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. കാരണം പുതിയ പുതിയ കമ്പനികളും പുതിയ പുതിയ ടെക്നോളജിയും വരുമ്പോൾ അവർ അതിൽ നിന്ന് മാറ്റം വരുത്താതിരുന്നപ്പോൾ അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയി. ആ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി നമ്മളും കാർഷിക മേഖലയിൽ നിന്ന് പോവാതിരിക്കണമെങ്കിൽ നമ്മളും ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നോളജിക്കൽ മെത്തേഡിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ, അത് നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, അപ്ലൈ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ കമ്പനിയെ ഒരു കമ്പനിയല്ല മറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990കളിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ജൈവ കാർഷിക മേഖലയിൽ വളരെ വലിയ സംഭാവന നൽകിയ ഒരു കമ്പനി അജയ് ബയോടെക് എന്ന് പറഞ്ഞു. ഈ അജയ് ബയോടെക് ആണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത്. പൂനെയാണ് കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്, നെറ്റ്സർഫ് റിസർച്ച് ലാബ്സ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ്. എന്താണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്? ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുന്നേ റിസർച്ച് ചെയ്ത് ടെക്നിക്കലായി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി യോഗ്യമാണ് എന്ന തിരിച്ചറിവിന് ശേഷമാണ് അത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് 100% കോൺഫിഡൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്കും ഗ്യാരണ്ടിയിൽ നമുക്കത് കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഇത്തരത്തിൽ റിസർച്ച് ചെയ്ത് പ്രൊഡക്ട്സുകൾ ഇറങ്ങുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലാണ്. മരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ റിസർച്ച് ചെയ്തിട്ട് മരുന്നുകൾ പുറത്തിറക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ പോലും റിസർച്ച് ചെയ്തിട്ടാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അടുത്ത നമുക്കറിയാം മൈലാബ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. കാരണം ലോകത്തിലെ നമ്പർ 2ഉം ഏഷ്യയിലെ നമ്പർ 1ഉമായിട്ടുള്ള ഒരു ലാബാണ് മൈലാബ്. കൊറോണ വന്നപ്പോൾ 450 രൂപയിലേക്കും 250 രൂപയിലേക്കും കൊറോണ കിറ്റിനെ നിർമ്മിച്ച് ഗവൺമെന്റിലേക്ക് സപ്ലൈ ചെയ്ത അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. അതുപോലെ ബൂഹു എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയുള്ള ഒരു കമ്പനിയുണ്ട്. നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് വേണ്ടി ഒരിടനിലക്കാരും ഇല്ലാതെ കർഷകർക്ക് ലഭിക്കേണ്ട ഡിസ്കൗണ്ടിനെ, സബ്സിഡിയെ കർഷകർക്ക് തന്നെ എത്തിച്ചുകൊണ്ട് ഉള്ള ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് മീഡിയാസ് ഒക്കെ തന്നെ ഈ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലുള്ള നമ്പർ 1 ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ്. ആ ഉൽപ്പന്നം ഉപയോഗിച്ച് കർഷകർക്ക് ലഭിക്കുന്ന ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് 10 ലക്ഷവും 20 ലക്ഷവും കഴിഞ്ഞ് 30 ലക്ഷത്തിലധികം ആൾക്കാർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഉപയോഗിക്കുവാനും ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുവാനും നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ പലതരത്തിലുമുള്ള കുപ്പികളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. എന്താണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്? ഖരാവസ്ഥയിൽ നിന്നുള്ള അല്ലെങ്കിൽ ചാക്ക് കണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് നാനോ ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, ബയോടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 1 ലിറ്റർ 1 ml = 10 കോടി ബാക്ടീരിയകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി വളങ്ങളാണ് ഇന്ന് കാർഷിക മേഖലയിൽ കർഷകർ ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ, മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ, മണ്ണിന്റെ സൂക്ഷ്മ മൂലകങ്ങളെ തിരിച്ചെടുക്കുവാൻ 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ നമ്മുടെ ഈൽഡിനെ വർദ്ധിപ്പിച്ചെടുത്തു പോകാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഒരു കൈകളിൽ പിടിച്ചു പോയാൽ തന്നെ
ഒരു കയ്യിൽ പിടിച്ചു പോയാൽ തന്നെ ഒരേക്കറിലധികം തോട്ടത്തിലേക്ക് വളപ്രയോഗം നടത്തി തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന, ലേബർ കോസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കാർഷിക മേഖലയിൽ ഇന്ന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോൾ അതിനെ കുറച്ചുകൊണ്ട് ഒരു കർഷകന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. തികച്ചും ലിക്വിഡ് ബേസ് ആണ്, ഖരാവസ്ഥയിലുള്ളതല്ല, ചാക്ക് കണക്കിനുള്ളതല്ല, കെട്ടിപ്പോകേണ്ട ആവശ്യമില്ല. അഡ്വാൻസ്ഡ് ടെക്നോളജി, നാനോ ബയോ ടെക്നോളജി യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. ഇസ്രായേലിന്റെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ സസ്യങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബയോഫിറ്റ് അഗ്രി കെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഓർഗാനിക് അഗ്രി കെയർ ബയോഫിറ്റ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക്കിന്റെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിലെ 80ലധികം ജൈവ കാർഷിക സംഘടനയുടെ ഇക്കോസെറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്, ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്. 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല. ഒരു സസ്യങ്ങൾക്കും ഒരു മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും ഒരു പ്രോബ്ലവും വിഘാതവും സൃഷ്ടിക്കാത്ത രീതിയിൽ നമുക്ക് നല്ല ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് ഫുഡ് ശേഖരിക്കുന്നത് ഓക്സിജനിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡിലൂടെയും ഷുഗറിലൂടെയും വാട്ടറിലൂടെയും മിനറൽസിലൂടെയും ലൈറ്റ് എനർജിയിലൂടെയുമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ അടങ്ങിയ ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. വേറെ ഒരു വളപ്രയോഗവും ചെയ്യാതെ തന്നെ ഇതിലൂടെ നമുക്ക് കൂടുതൽ മെച്ചം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ പ്ലാന്റിന്, നമ്മുടെ സസ്യങ്ങൾക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ട്, ഇൻസെക്ടിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക് ഉണ്ട്, ഓവർ ഡോസസ് പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ വൈറസിന്റെയും ഫംഗലിന്റെയും ഒക്കെ ഡിസീസസ് ഉണ്ട്. ഇവയൊക്കെ മാറ്റം വരുത്താനുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കൈകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഓർഗാനിക് ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ തന്നെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: മൈക്രോ ന്യൂട്രിയൻ, മാക്രോ ന്യൂട്രിയൻ ആൻഡ് നമ്മുടെ മൈക്രോ, മാക്രോ ആൻഡ് പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെയുള്ള 3 മൂലകങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാന മൂലകങ്ങളിൽ പെടുന്ന ഒന്നാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK എന്ന് പറയുന്നത്. അതുപോലെ ഉപപ്രധാന മൂലകങ്ങളിൽ വരുന്നതാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ എന്ന് പറയുന്നത്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബിഡനം തുടങ്ങിയ 14 എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് ആണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അതിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട 3 മൂലകങ്ങളാണ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, യൂറിയ, മഷൂറി, പൊട്ടാഷ്. പെട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. തികച്ചും നാച്ചുറൽ ആയിട്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് NPK എന്ന് പറയുന്നത്. അതായത് സസ്യത്തിന് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കുക. ഒരു രാസത്തിന്റെയോ കെമിക്കലിന്റെയോ ഉപയോഗത്തിലൂടെ അല്ലാതെ നാച്ചുറൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ. ഒരു ഉദാഹരണം പറയാം. ഇന്ന് അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഈ 78% നൈട്രജനുള്ള നമ്മുടെ നൈട്രജനെ സസ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളുടെ അഭാവം ഉണ്ടായത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് നൈട്രജന്റെ അഭാവം മൂലമുള്ള രോഗങ്ങൾ നിരവധിയായിട്ട് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്കിത് കൊടുക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പൊ രാസവളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. രാസവളം കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, രാസവളം കൊടുക്കുക എന്ന് പറയുന്നതിന് ഈക്വൽ ടു ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യം എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? കൃത്രിമമായി ശ്വാസം കൊടുക്കുക. ആ കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നാച്ചുറൽ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടുതലായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന അസറ്റോബാക്ടർ ബാക്ടീരിയ ആണ്, പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയ ആണ്, ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട, ഒന്നാമത്തെ ഘടകമാണ് നമ്മുടെ മൂലകങ്ങൾ. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഘടകമാണ് വളപ്രയോഗം. അതുപോലെ തന്നെ സസ്യത്തിന്റെ മണ്ണിന്റെ ഘടനയിലുള്ള മാറ്റം, മണ്ണിരകളുടെ മാറ്റം, അതുപോലെ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി, ഷേത്ത് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. അതിന്റെ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു കറുത്ത ബോട്ടിലാണ്. കറുത്ത ബോട്ടിൽ എന്നത് മണ്ണിന്റെ ഘടനയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സസ്യത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ വളരെയധികം ബയോസ്റ്റിമുലൻസ് ആഡ് ചെയ്ത, സൂക്ഷ്മ മൂലകങ്ങൾ ആഡ് ചെയ്ത 5 ടൺ കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ഷേത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ സസ്യത്തിനുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് നമ്മളെ സസ്യത്തിന് ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ നമ്മുടെ മരച്ചീനി എന്ന് പറയുന്ന കപ്പയെ നമ്മൾ ഒന്ന് കരണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിനെ ഒന്ന് മുറിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന് കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിരോധ ശേഷിയാണ് കാണിക്കുന്നത്. ആ പ്രതിരോധ ശേഷി ഇന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് സസ്യങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി, മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി, നാച്ചുറൽ ആയിട്ട് മണ്ണിരകളെയും അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവലിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അതായത് pH ലെവൽ 6.5 to 7.5 എന്ന് പറയുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സസ്യത്തിന് വളങ്ങളെ കൃത്യമായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് pH ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളം കൊടുക്കുന്നതിന് തുല്യം എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിൽ pH ലെവലിനെ കൺട്രോൾ ചെയ്ത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റി സസ്യത്തിന്റെ പ്രതിരോധശേഷിയെ വീണ്ടെടുത്ത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ NPK കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ കർഷകർക്ക് ലഭിച്ച അനുഭവങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം സാർ. ഇപ്പൊ കേൾക്കാം. ഓഡിബിൾ ആണ്. പറയൂ സാർ, കണ്ടിന്യൂ സാർ. അതൊന്ന് സ്റ്റക്കായി പോയി, അതാ. വീഡിയോ സ്റ്റക്ക് ആയതാ.
ഇതുമൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് നാളത്തേക്ക് മാത്രം. പിന്നെ അന്നേരം അപ്പൊ ഓഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. നിതീഷ് സാറേ, ഓഡിയോ മുമ്പോട്ട് ഓടിച്ചങ്ങ് വിട്ടാരത്. അത് ഓഡിയോ സ്റ്റക്ക് ആവുന്നതാണത്. ഓക്കെ ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്, സോറി, ഒറ്റ മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണാം സാറേ, വീഡിയോ കാണാം, പക്ഷേ ഓഡിയോ ഇല്ല. ഇപ്പം നമ്മുടെ മണ്ണിരകൾ ഉണ്ടായ റിസൾട്ടിന്റെ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചത്. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഒരു മണ്ണിരയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മാറ്റും എന്ന് പറയുന്നത് വളരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും കുമ്മായം ഉപയോഗിക്കുന്നവരാണ്. കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് കുമ്മായം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മജീവികളും മണ്ണിരകളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഉപയോഗിക്കാണ്ട് നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ നമ്മുടെ മണ്ണിന്റെ pH ലെവലിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ ആവാസയോഗ്യമായ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സന്തുലനാവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഷേത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
സസ്യത്തിന് ആവശ്യമായ ഒന്നാമത്തെ ഘടകമായ മൂലകങ്ങൾ, രണ്ടാമത്തെ ഘടകമായ ഷേത്ത്, അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് PGR അഥവാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, അതിന്റെ പച്ച നിറം പോലെ തന്നെയുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള സസ്യത്തിന്റെ വേര് മുതൽ അതിന്റെ ഫ്രൂട്ടിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സസ്യത്തിന്റെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, കാണ്ഡത്തിന്റെ ശക്തി കൂട്ടുന്നു, അതുപോലെ തന്നെ ഇലകളുടെ സൈസ് വർദ്ധിപ്പിക്കുന്നു, ഫ്രൂട്ട് ഒരേ സൈസിലും നമ്പർ 1 ക്വാളിറ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് സ്റ്റിം റിച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിത്ത് സംസ്കരണം മുതൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നത്, ജെർമിനേഷൻ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് ഉപയോഗിക്കാത്തതും ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് ഇത് ഉപയോഗിച്ചതുമായിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. 90 മുതൽ 92% വരെ വിത്തുകൾ മുളയ്ക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ ചെയ്യുന്ന വിത്തുകൾ 60 മുതൽ 70% വരെ മുളയ്ക്കുന്നു. അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിലായാലും അതിന്റെ വൈറ്റ് റൂട്ട്സിന്റെ സ്പ്രെഡിങ്ങിലായാലും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടം നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉപയോഗിക്കാത്തത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൻ്റെതും വൈറ്റ് റൂട്ട്സിന്റെയും ഏറ്റവും കൂടുതൽ, അതുപോലെ ബ്രാഞ്ചിങ് ആൻഡ് ടില്ലറിങ്ങിന്റെയും നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ സ്പീഡിലും വളരെ കരുത്തോടു കൂടി നമ്മുടെ സസ്യം വളരുന്നത് നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലവറിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫ്ലവറിംഗ് സ്റ്റേജിൽ ഏറ്റവും കൂടുതലുള്ള കരുത്തായ ഫ്ലവറിംഗ് നമുക്ക് ഉണ്ടാകുന്നു. റിഡക്ഷൻ ഇൻ ഫ്ലവർ ഡ്രോപ്പിലൂടെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വേരിന്റെ സ്വാധീനം കൂടുതലായിട്ട് മണ്ണിലേക്ക് ഉറപ്പിക്കുന്നു. അത് കൂടുതലായിട്ട് സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രെയിൻ ഫില്ലിങ്ങിന്റെ ടൈമിലും ബെറ്റർ ക്വാളിറ്റിയുള്ള നമ്പർ 1 ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് തിരിച്ചു. കായ ആയിക്കോട്ടെ, ജാതിക്ക ആയിക്കോട്ടെ, കശുവണ്ടി ആയിക്കോട്ടെ, പാൽ ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ, റബ്ബർ പാൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു വരുന്ന ഏലം ആയിക്കോട്ടെ, അത് വരുന്ന ഏത് വിളകളെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിലൂടെ നമ്പർ 1 ക്വാളിറ്റിയിലുള്ള ഈൽഡ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കമ്പനി പറയുന്നത്. അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ നമ്മുടെ ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കാം. 2021 മുതൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ബെന്നി സാറിന്റെ കാസർഗോഡ് ചുള്ളിക്കരയിലുള്ള ഒരു തോട്ടത്തിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നത്. അത് ഏകദേശം 27 മാസം കൊണ്ട് തന്നെ കൊലച്ചുകൊണ്ട് ആ കവുങ്ങിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കുരുമുളക്, വളരെ നല്ല റിസൾട്ടാണ് കുരുമുളകിന് വന്നത്. അതിന്റെ ചരടിന്റെ നീളം, ചരട് പൊഴിയാതിരിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കുരുമുളകിൽ ഉണ്ടായിരുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞളിപ്പിൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരേ തോട്ടത്തിലെ 2 ഭാഗങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള റിസൾട്ട് മഞ്ഞളിപ്പുള്ളതും മഞ്ഞളിപ്പില്ലാത്തതുമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. 2 വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടിയ ഒരു മാറ്റമാണ് അവിടെ കാണുന്നത്. നമ്മൾ ഇന്ന് ഇന്റീരിയർ ഗാർഡനിങ് വളരെയധികം നമ്മൾ നോക്കുന്ന വ്യക്തികളാണ്. ആ ഇന്റീരിയർ ഗാർഡനിങ്ങിൽ പോലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, മനുഷ്യർക്ക് പോലും ഒരു പ്രോബ്ലവും ഉണ്ടാക്കാത്ത ജൈവ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഇന്റീരിയർ ആയിട്ട് വീട്ടിനുള്ളിൽ ചെയ്ത ഒരു ചെടികളുടെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ താഴെയും ചെയ്തതിന് ശേഷം കിട്ടിയ ഗ്രോത്ത് ഇതിന്റെ മുകളിലും കാണിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ നെൽവയലിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഉപയോഗിക്കാത്തത് മുകളിലും ഉപയോഗിച്ച് ഇടതൂർന്ന് വളർന്നത് താഴെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. എല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ നമുക്കത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ കർഷകനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ്സർഫിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അത് ഇതായി താഴത്തെ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലസ് പോലും വെള്ളം കൊടുത്തിട്ടില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഇതിന് ഒട്ടും വെള്ളം പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് ഇത് വളം ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും കൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ള അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. ഒരേ സമയം നട്ട 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട്, ഇത് കർഷകർക്ക് ഇത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു മാറ്റം. രാസവളം മണ്ണ് പരിശോധിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് റബ്ബറിന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നെറ്റ്സർഫിൻ്റെ ഈ വളത്തെക്കുറിച്ച് നിതീഷ് സാറിൻ്റെയും ജോസേട്ടൻ്റെയും ഒക്കെ അറിഞ്ഞതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ആ വളമാണ് 100 മരത്തിന് ഞാൻ അപ്ലൈ ചെയ്തത്. 2 മരത്തിൻ്റെ ഇടയിൽ 2 ലിറ്റർ വീതം ഈ സൊല്യൂഷൻ ഒഴിച്ചു. അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷം 8 ഷീറ്റ് ലഭിച്ചത് ഈ വർഷം എനിക്ക് 16 ഷീറ്റ് ലഭിച്ചു. അതുകൂടാതെ ഒരു 3-4 കിലോ രണ്ടാം പാലായിട്ട് ഉള്ള ചിരട്ടപ്പാലും ഊട്ടുപാലും ആയിട്ട് ലഭിക്കുന്നുണ്ടായി. ഇലയ്ക്ക് കേടില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല. റബ്ബറിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഞാൻ കവുങ്ങിന് ഉപയോഗിച്ചു. 2 വർഷമായി കവുങ്ങിന് ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ നല്ല ശക്തിയായി കയറി വരുന്നുണ്ട്. തെങ്ങിനെല്ലാം ഞാൻ അത് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പ്ലാവിനും
ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിൻ്റെ. എന്നെ സംബന്ധിച്ചോളം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഞാനിത് കണ്ടെത്തുന്നത്. അടയ്ക്കൊക്കെയാണെങ്കിൽ വലിപ്പമുണ്ട്. അടയ്ക്ക് നേരത്തെ നമ്മുടെ അടയ്ക്ക എന്ന് പറഞ്ഞാൽ പൊട്ടുന്നുണ്ടായിരുന്നു അടയ്ക്ക. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അടയ്ക്ക ഈ വർഷം ഒന്നും പൊട്ടി കണ്ടിട്ടില്ല. അടയ്ക്കൊക്കെയാണെങ്കിൽ വലിപ്പവും കൂടുതലുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടയ്ക്കൊക്കെ വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം ഈ അടയ്ക്ക വിരിച്ചപ്പോൾ അടയ്ക്കക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യക്കാലം അടയ്ക്കൊക്കെ വലിപ്പമുണ്ടല്ലോ എന്നിങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്തു. അതൊക്കെ ഈ നെറ്റ്സർഫ് ഞാൻ വേറൊന്നും ഈ 3 വർഷമായിട്ട് ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇച്ചിരി യൂറിയ മസൂരി പൊട്ടാഷും പിന്നെ ഇച്ചിരി എന്തെങ്കിലും ചാണകപ്പൊടിയോ. ഇത്രയുമാണ് നമ്മുടെ ചെറിയ ഒരു കർഷകരുടെ അനുഭവം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ നെറ്റ്സർഫ് റിസൾട്ട് മലയാളം എന്നടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് മലയാളത്തിലുള്ള എല്ലാ കർഷകരുടെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളപ്രയോഗം, സൂക്ഷ്മമൂലകങ്ങൾക്ക് വേണ്ടി ഷേത്ത്, ഗ്രോത്ത് പ്രൊമോട്ടറുടെ സ്റ്റിംറിച്ച് എന്നിവ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് അടുത്ത ഒരു ഉൽപ്പന്നമാണ് ബയോ-19 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗമ്മർ സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ്. ഇതൊരു സിലിക്കൺ ബേസ്ഡ് സർഫേസ് ആക്റ്റീവ് സ്പ്രെഡർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റിംറിച്ചോ ഇൻടാക്റ്റോ സ്പ്രേ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. ഇൻടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കീടങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ എല്ലാ ബോട്ടിലുള്ള ഇക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മറ്റ് രാസവളങ്ങളോ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങളോ വാങ്ങിക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്ന ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഡേഞ്ചർ ചിഹ്നമാണ്. അതായത് അത് മനുഷ്യനൊക്കെ ഹാനികരമാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനുഷ്യനോ സസ്യങ്ങൾക്കോ ഒരു പ്രോബ്ലവും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി സാധിക്കുന്നു. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ ഇൻടാക്റ്റും 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിൽ നമ്മുടെ നീം ഓയിലും വേപ്പെണ്ണയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഫംഗസിൽ നിന്നും വൈറസിന്റെയും ആക്രമണം എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി, നാനോ ബയോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. സസ്യത്തെ ഒരു ആവരണം പോലെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വൈറസിൽ നിന്നും ഫംഗസിൽ നിന്നും സസ്യത്തെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റാപ്പപ്പ് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml രീതിയിലാണ് റാപ്പപ്പ് മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീട് മാനേജ്മെന്റിനെ ഇന്ന് നിരോധിച്ച റൗണ്ടപ്പ് പോലും ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഇന്ന് പല കർഷകരും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കളനശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ് നമ്മുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ മൂലകങ്ങൾക്ക് വേണ്ടി വളപ്രയോഗം, ഗ്രോത്ത് പ്രൊമോട്ടർ, അതുപോലെ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കുവാൻ ആക്റ്റീവ് സ്പ്രെഡറായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ വൈറസിനെയും ഫംഗസിനെയും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജൈവ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങളെ കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവരുത്. കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങളാണ് നമ്മുടെ കൈകളിൽ ഉള്ളതെങ്കിൽ ഡ്രമ്മോ സ്പ്രേയറോ ബക്കറ്റോ സോപ്പ് പൊടിയോ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതിനെ നമ്മൾ ഉപ്പ് മഞ്ഞൾ പുളി എന്നിവ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ, പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% മേനി കൊയ്യുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ക്ഷീര കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. 36ലധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും മിനറൽസിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. ഈ CFC പ്ലസ് നമ്മുടെ പശുക്കൾക്ക് വിറ്റമിൻ A മുതൽ D3, E വരെയുള്ള എല്ലാ ഘടകങ്ങളും, ശതാവരി, മേത്തി, വിധാരികണ്ഠ്, ജീവന്തി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മൂലകങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് സസ്യത്തിന്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് മെറ്റബോളിസം ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് 10 മുതൽ 15% വരെ
പാല് വർദ്ധിപ്പിച്ചുകൊണ്ട്, പാലിന്റെ റീഡിങ് വർദ്ധിപ്പിച്ചുകൊണ്ട്, പാലിന്റെ കൊഴുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട്, SNF-ൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട്, ചാണകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഫീഡ് സപ്ലിമെന്റ് ആണ് CFC Plus എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 10 മുതൽ 15 ഗ്രാം വരെ ഒരു പശുവിന് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ ഫാമിംഗ് നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിന്റെ മീനിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് 3 ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. ഫീഡ് സപ്ലിമെന്റിന് അക്വാ ഫീഡ്, ജലത്തെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അക്വാ ക്ലിയർ, അതുപോലെ തന്നെ ജലത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്നങ്ങൾ ചേരുമ്പോൾ നമ്മുടെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന, ഭൂമിയിലെ സർവ്വ സസ്യങ്ങൾക്കും ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി പറ്റിയ നാച്ചുറൽ ഹെർബൽ 100% ഓർഗാനിക് ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയതെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഗത്ത് നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാവുക. അതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ, നിങ്ങൾക്ക് എത്ര തോട്ടമുള്ള വ്യക്തിയുമായിക്കോട്ടെ, ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഇതിന്റെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിലൂടെ കൂടുതൽ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുക എന്നത് നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൈവ കാർഷിക സമ്പ്രദായത്തെ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. നിങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി മറ്റുള്ളവരിലേക്ക് അതിന്റെ അംശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് വളരെ ബൃഹത്തായ ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നത്സർഫ്. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം 8 വരെ നമുക്ക് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഓൾ. ഓവർ ടു യു സാബു സാർ. സാർ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്തഫാറിന് ആളാണ്, കരുവാറുണ്ടെന്നാണ്. ഈ നാനോ യൂറിയ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണോ? പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ എവിടെ കിട്ടുക കരുവാറുണ്ടിൽ? സാറേ കുറച്ച് സൗണ്ടിൽ പറയാവോ? ഈ നാനോ യൂറിയ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണോ? പിന്നെ ഈ വളങ്ങളൊക്കെ എവിടെ കിട്ടുക കരുവാറുണ്ടിന്റെ അടുത്ത്, മലപ്പുറം ജില്ലയിൽ? ഹലോ, കേൾക്കണല്ലേ? മലപ്പുറം ജില്ലയിൽ ഉണ്ട് സാറേ, കൊടുക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോടാണ് സാർ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളത് കൊറിയറായിട്ട് സാറിന്റെ വീട്ടിൽ, മുസ്തഫ സാറല്ലേ? എനിക്കറിയാം. ഞാൻ സാബു അവിടെ കരുവാറുണ്ട് നിങ്ങള്? അല്ലല്ല, ഞാൻ കൊല്ലത്തുള്ളതാണ്. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു. നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, അതിലെ നിതീഷ് സാറിനെ കോൺടാക്ട് ചെയ്താലും മതി. നമ്പർ വേണമെങ്കിൽ സാറിനെ എഴുതിയെടുത്ത്, നിതീഷ് സാറിന്റെ നമ്പർ, അതെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിതീഷ്. ഹലോ സാർ. സാർ, ഈ നാനോ യൂറിയ നിങ്ങളെ കമ്പനിയാണോ? നാനോ യൂറിയ എന്നുള്ളത്? ഇല്ല സാർ, നാനോ ടെക്നോളജിയുടെ നെറ്റ്സർഫിന്റെ ഓർഗാനിക് വളങ്ങളാണ് നമ്മുടേത്. NPK നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം. യൂറിയ എന്ന് പറയാ, നാനോ യൂറിയ നമ്മുടെ അതല്ല, അത് കെമിക്കലാണ്. ഇപ്പൊ ചെറിയ അത് വരുന്നത്. ഇത് ലിക്വിഡ് ഫോർമേഷൻ ആണ്. അത് സർ മണ്ണിൽ ഒഴിക്കുക ചെയ്യേണ്ട, അതോ സ്പ്രേ ചെയ്യേണ്ടത്? ഇല്ലല്ല, ഇതെല്ലാം മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പോളിമറായിട്ട് ഉപയോഗിക്കുന്നത്, സ്പ്രേ ചെയ്യുന്നത് സ്ട്രിമ്മിച്ച് ചെയ്താൽ മതി. വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗിക്കേണ്ട രീതികളെല്ലാം നല്ല വിശദമായി മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ ഉണ്ട്. ഹലോ സാർ, NPK സെറ്റ് ഒന്നിച്ചാണ് സാർ ഉപയോഗിക്കണ്ടേ? ഹലോ നിതീഷ് സാർ. പറയൂ. ഹലോ സാർ, NPKയും സെറ്റ് ഒന്നിച്ചാണോ ഉപയോഗിക്കേണ്ടത് സാർ? ഈ എവിടുന്ന വിളിക്കുന്ന ആളെ പേരും കൂടെ ഒന്ന് പറഞ്ഞോളൂ. തിരുനാപ്പള്ളി രാജേന്ദ്രൻ. NPKയും ഷേത്തും നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം. ഒന്നിച്ചാവും മണ്ണിൽ സ്റ്റിമറിച്ച് നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം. ഓ ശരി, ഓക്കെ. രാജേന്ദ്ര സാറേ, ഞാൻ സാബു ആണ്. ഞാൻ കരുനാഗപ്പള്ളിയുള്ളതാണ്. സാറ് പ്രൊഡക്റ്റ് മേടിച്ചതാണ്. എനിക്ക് പ്രൊഡക്റ്റ് മേടിച്ചതാണ്. NPK ഷേർട്ടും നമ്മള് സോയിൽ ആപ്ലിക്കേഷൻ ആണ്. സ്ട്രിമ്മിച്ച് മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടത്. NPK സെറ്റ് ഒന്നിച്ച് ഒന്നിച്ച് ഉപയോഗിച്ചാൽ മതി.
ഓക്കെ സാർ, ഓക്കെ ഓക്കെ, താങ്ക്സ്. നിതീഷ് സാറേ, നമ്മുടെ പ്രൊഡക്റ്റ് നിതീഷ് സാറേ, നമ്മുടെ പ്രൊഡക്റ്റ് ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പ് മേടിച്ചാണ്. രാജേന്ദ്രൻ സാറാണ് ടൂൾ മാസ്റ്റർ ആണ്. പക്ഷെ നമ്മുടെ NPK വളങ്ങള് നേരത്തെ മേടിച്ച് ഉപയോഗിച്ചതാണ് അല്ലേ സാർ, രാജേന്ദ്ര സാർ? യെസ് സാർ, കൊള്ളാം. സ്റ്റിമറിച്ചൊക്കെ നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല പ്രോഡക്റ്റ്. അതെ അതെ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സാറിന്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാറിനെ പോലുള്ളവരാണ് നമുക്ക്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ നമ്മുടെ സ്റ്റിംറിച്ചിന്റെ കൂടെ നമുക്ക് വലിയ വിളകൾക്കാണെങ്കിൽ സ്റ്റിംറിച്ച്, NPK, ഷേത്ത് 5ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, സ്പ്രേ ചെയ്യാത്ത വിളകളാണെങ്കിൽ. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഈ വളങ്ങൾ കൊടുക്കുമ്പോ പിന്നെ ജൈവവളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലേ? ഓക്കെ. ഇല്ല, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മുസ്തഫ സാർ പ്രൊഡക്റ്റ് എടുത്തതാണോ? ഇല്ല, എടുത്തില്ല സാർ, ഞാൻ അപ്പൊ കാണുന്നത് കുറിച്ച്. ഓക്കെ. നമ്പർ നോട്ട് ചെയ്തിരിക്കുന്നു. മുസ്തഫ സാറിനെ എനിക്കറിയാം. അതെ. നിതീഷ് സാറിന്റെ നമ്പർ നോട്ട് ചെയ്തോ സാറേ? മുസ്തഫ സാറേ, നിതീഷ് സാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് സാറിന് വാട്സപ്പിൽ ഹൈ ഇട്ടാ മതി. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സാറിന് അയച്ചു തരാം. ആയിക്കോട്ടെ. ഓക്കെ സാർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8547666622 ഇല്ലേ സാബു സാറായിട്ട് കോൺടാക്ട് ചെയ്യാം. സാബു സാറിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ നമ്പർ വരുന്നത് 8547666622. എന്റെ പേര് നിതീഷ് എന്നാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് 4 സംസ്ഥാനങ്ങളിൽ എല്ലാ വിളകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് നെറ്റ്സർഫ് കേരള റിസൾട്ട് എന്നടിച്ചാൽ മതി. നെറ്റ്സർഫ് റിസൾട്ട് മലയാളം എന്നടിച്ചാൽ മതി. അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൺസൾട്ടന്റ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ടിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അതിലൂടെ കാണാം. പ്രൊഡക്റ്റിന്റെ നോളജ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ നിതീഷ് സാറേ, നമ്മുടെ കർണാടകയിൽ നിന്ന് ഇന്നലെ ഒരു റിസൾട്ട് വന്നായിരുന്നു. നല്ല രീതിയിലുള്ള നമ്മുടെ സ്ട്രിമിച്ച് മാത്രമാണ് കക്ഷി ഉപയോഗിച്ചത്. ഇപ്പൊ NPKയുടെ ഒരു സെറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ കർണാടക പറഞ്ഞിട്ടുണ്ട്. കർണാടക ഗുൽബർഗ, സേഡം ഇന്നലെ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു സാർ. ഗുൽബർഗ, സേലം എന്ന് പറയുന്നത് സാബു സാർ കൊല്ലത്താണെങ്കിലും കർണാടകയിൽ ഏറ്റവും നല്ല റിസൾട്ട് എടുക്കുവാൻ വേണ്ടി സാബു സാറിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അതേ ഗുണ്ടൂരിലേക്ക് പോയി ആന്ധ്രാപ്രദേശിലും നമ്മൾ വളരെ മികച്ച വേരുകൾ നെറ്റ്സർഫിന്റെ പടർത്തും എന്നുള്ള ഒരു സംശയമില്ല. അപ്പോ ഗുൽബർഗിൽ കിട്ടിയ റിസൾട്ട് അദ്ദേഹം ഷെയർ ചെയ്തത്. ഗുൽബർഗ് ഞാനും പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രദേശത്ത്. നമ്മള് പോയി കർഷകർക്ക് മീറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിന്റെ സ്റ്റിംറിച്ചിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് വളരെ നല്ല റിസൾട്ട് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇത് ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല സാറേ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് നമ്മൾ പറയുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഉപയോഗിച്ചവർക്കെല്ലാം 100% റിസൾട്ടും ആണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ രാജേന്ദ്ര സാറൊക്കെ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉപയോഗിക്കാത്തവർ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓരോ വ്യക്തികളോട് പറയാനുള്ളത്. നിതീഷ് സാറേ. യെസ്, പറയൂ. തോമസ് അബ്രഹാം. ഞാന് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എല്ലാ പ്രൊഡക്ട്സും ഒന്ന് വേണമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചേരാം. സാർ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, കാനഡ. അതെ, അല്ല ഇപ്പൊ ആയില്ലല്ലോ. ആയില്ല, ഈ മാസത്തിലേക്ക് വരും. സാർ വന്നാട് നമുക്ക് ചെയ്യാം. എനിക്ക് എല്ലാ പ്രൊഡക്ട്സും വന്ന ഉടനെ ഒരു ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരണം. അത് ഒരു ദിവസം കൊണ്ട് അവിടെ എത്തും സാർ. ഇപ്പം വേണം സാർ വരുന്ന അന്ന് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ എത്തിക്കാം. നോ പ്രോബ്ലം. സ്വന്തമായിട്ട് എനിക്ക് നമുക്ക് ഒരു ദിവസം മതി. GST ഉണ്ട്. നേരത്തെ ഞാൻ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിച്ചോണ്ടിരുന്ന. ഓക്കെ. GST ഒന്നും വേണ്ട ഇപ്പോ. അത് സാറിന്റെ ഐഡിയ നിനക്ക് വാട്സപ്പ് ഇട്ടോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. തോമസ് സാർ ഇപ്പൊ സംസാരിച്ച അദ്ദേഹം കാനഡയിലാണുള്ളത്. കഴിഞ്ഞ മീറ്റിംഗിലാണ് നമ്മൾ കാണുവാൻ വേണ്ടി പറ്റിയത്. അദ്ദേഹം ഏകദേശം കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. വളരെ മികച്ച റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹം നിരവധിയായിട്ടുള്ള കാർഷിക അവാർഡുകൾ കരസ്ഥമാക്കിയ, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. വന്നു കഴിഞ്ഞാലും തന്നെ എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ സന്തോഷം സർ. അപ്പൊ ആർക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, വാട്സപ്പായിട്ട് ബന്ധപ്പെടാം, യൂട്യൂബുമായിട്ട് ബന്ധപ്പെടാം, നിങ്ങൾക്ക് എല്ലാ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിലൂടെ ലഭിക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു സാബു സർ.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിക്കുന്നു. സാബു സാറിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണം വിളിക്കാം. സാബു സാറിന്റെ നമ്പർ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് സാറേ, കൊടുത്തിട്ടുണ്ട്. 9414738814. ഒന്നുകൂടെ നിർത്തി പറഞ്ഞോളൂ സാർ, ഒന്ന് നോട്ട് ചെയ്യുന്നത് ചെയ്തോട്ടെ. 9417 9417 94147 94147 38814. 38814. യെസ് സാറേ. നോട്ട് ചെയ്യുന്നത് ചെയ്തോളൂ. അദ്ദേഹത്തെ വിളിച്ചാലും മതി. പറഞ്ഞ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതേ എനിക്ക് എന്നോട് പറഞ്ഞോളൂ. അദ്ദേഹം ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയുമാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിപ്പിച്ചു. ഇയാളെ നമ്പർ ഒന്ന് മലയാളത്തിൽ പറഞ്ഞത്. 9417 94 14 7 38814. ശരി. നിങ്ങളുടെ പേരെന്താ സാർ? സാബു KV. ഞാനിപ്പോ ആന്ധ്രയാണ്, ഗുണ്ടൂരിലാണ്. ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതിന്റെ കൂടാണ് സ്വല്പം കൃഷിയുണ്ട്, കുറെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു. കർണാടകയിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇപ്പൊ ഞാൻ ആന്ധ്രയിലാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഒരു കുഴപ്പമില്ല സാർ, പ്ലീസ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നമ്മുടെ ടൈം ഏകദേശമായി. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.